എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കയയും ഉസോപ്പും അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ലൂഫി എല്ലാവരും കൂടെ പറന്നു വരുവാണ്. അപ്പോൾ കയ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഉസോപ്പ് പറയുവാണ് എന്നെ പറ്റി കേട്ടിട്ട് ഉസോപ്പ് പൈറേറ്റ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവരൊക്കെയെന്ന്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് അല്ല, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ കയ ചോദിക്കുന്നത് എൻ്റെ സഹായമോ? അപ്പോൾ ലൂഫി പറയുവാണ് അതെ, എനിക്കൊരു വലിയ ഷിപ്പ് വേണമെന്ന്. സെയിം ടൈം ക്ലാഹഡോർ അങ്ങോട്ട് വരുവാണ്. ക്ലാഹഡോർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങളെല്ലാം ഇപ്പം പൊക്കോണം, നിങ്ങൾക്കിനി എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ എന്ന്. അപ്പോൾ ലൂഫി പറയുകയാണ് ഞങ്ങൾക്കൊരു ഷിപ്പ് വേണമെന്ന്. അപ്പോൾ ക്ലാഹഡോർ പറയുകയാണ് പറ്റത്തില്ല എന്ന്. എന്നിട്ട് ഉസോപ്പിനോട് പറയുകയാണ് ഉസോപ്പ്, നിന്നെപ്പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഈ ഇവിടെ വില്ലേജേഴ്സ് ഒക്കെ നിന്നെപ്പറ്റി കുറേ പറയാറുണ്ട്. അപ്പോൾ ഉസോപ്പ് പറയുകയാണ് അതെ, ഞാൻ ഭയങ്കര ഫേമസ് ആണ്, ഞാൻ കുറേ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ക്ലാഹഡോർ പറയുകയാണ് നിന്നെപ്പറ്റി മാത്രമല്ല നിൻ്റെ ഡാഡിനെ പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ കയ പറയുന്നുണ്ട് ക്ലാഹഡോർ മിണ്ടാതിരിക്കാൻ. പക്ഷേ ക്ലാഹഡോർ അവൻ്റെ അച്ഛനെ പറ്റി വീണ്ടും ബാഡായിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. നീ ഇനി മേലെ ഇങ്ങോട്ട് വരരുത്, നീ ഇവളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, നിനക്കിനി പൈസയാണോ വേണ്ടത്, എത്ര പൈസയാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ കയ ദേഷ്യപ്പെടുന്നുണ്ട്, ക്ലാഹഡോറിനോട് ഉസോപ്പിനോട് അപ്പോളജൈസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ക്ലാഹഡോർ പറയുകയാണ് എനിക്ക് അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്ക് നിന്നെ മനസ്സിലാകും, ഫാമിലിയെയും ഐലൻഡിനെയും ഒക്കെ വിട്ടെറിഞ്ഞ് ട്രഷറിൻ്റെ പിന്നാലെ പോയതാണ് നിൻ്റെ ഡാഡെന്ന്. ഉസോപ്പിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉസോപ്പ് പറയുവാണ് എൻ്റെ ഡാഡിനെ പറ്റി നീ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോരുത്. ക്ലാഹഡോർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. ഉസോപ്പിന് നല്ല ദേഷ്യം വന്നിട്ട് ക്ലാഹഡോറിനെ ഇടിക്കുവാണ്. ഇത് കണ്ടിട്ട് കയയും ബാക്കിയുള്ളവരും ഒക്കെ ഞെട്ടുന്നു. ഉസോപ്പ് പറയുവാണ് എൻ്റെ അച്ഛൻ ഒരു പൈറേറ്റ് ആണ്, ആൻഡ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്, അതെ ഞാനൊരു പൈറേറ്റിൻ്റെ മോനാണെന്ന്. ക്ലാഹഡോർ ആണെങ്കിൽ വീണ്ടും ഇവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോന്നൊക്കെ പറയുവാണ്. ഉസോപ്പ് ആണെങ്കിൽ വീണ്ടും ഇടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കായ പറയുന്നുണ്ട് ഉസോപ്പിന് വയലൻസ് ഒന്നും വേണ്ട. എന്നിട്ട് പറയുവാണ് ക്ലാഹഡോർ ഒരു ബാഡ് പേഴ്സൺ ഒന്നും അല്ല, എനിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ക്ലാഹഡോർ പറയുന്നുണ്ട് ഇനി മേലെ നിങ്ങൾ ആരും ഇവിടെ വരരുതെന്ന്. ഉസോപ്പ് ആണെങ്കിൽ ഇല്ല, ഞാൻ ഇനി മേലെ ഇവിടെ വരത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ ലൂഫി ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ കായ ആണെങ്കിൽ അവിടെ ഇരുന്ന് കരയുവാണ്. ക്ലാഹഡോർ കായക്ക് ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കായ പറയുകയാണ് എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന്. എന്നിട്ട് ചോദിക്കുവാണ് ക്ലാഹഡോർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അപ്പോൾ ക്ലാഹഡോർ പറയുകയാണ് ഓൾമോസ്റ്റ് 3 വർഷമായി ഞാനിവിടെ വന്നിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനിവിടെ വന്ന ദിവസം, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഷിപ്പിൽ നിന്ന് എന്നെ എല്ലാവരും കൂടെ പുറത്താക്കി, ഞാനാണെങ്കിൽ മണി ഫുഡ് ഒന്നും ഇല്ലാതെ മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്തത് നിൻ്റെ പേരൻസാണ്. സോ ഞാൻ എന്നും നിന്നോടും നിൻ്റെ പേരൻസിനോടും കടപ്പെട്ടിരിക്കും. എനിക്കറിയാം ഞാൻ ഇത് ഇടപെടാൻ പാടില്ല എന്ന്, പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന്. ഇതൊക്കെ കേട്ടിട്ട് കയ ആണെങ്കിൽ പറയുവാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഗ്ലാഡാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നാമിയും സോറോയും ഉസോപ്പ് പൈറേറ്റ്സിലെ 2 കുട്ടികളെയാണ്. അപ്പം നാമി ചോദിക്കുന്നുണ്ട് ലൂഫി എവിടെയെന്ന്. അപ്പോൾ സോറ പറയാണ് അറിയത്തില്ല, മേ ബി ആ ഉസോപ്പിൻ്റെ പുറകെ പോയി കാണും. അപ്പം ആ കിഡ്സ് പറയുവാണ് ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പോൾ സീഷോറിൽ കാണും, എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ അവിടെ ആയിരിക്കും പോയിരിക്കുന്നത്. നാമി ചോദിക്കുന്നുണ്ട് പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ സോറ പറയുന്നുണ്ട് വേണ്ട, കുഴപ്പമൊന്നും കാണത്തില്ല. എന്നിട്ട് നാമി അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ 3 പേരിലെ ഒരാൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുകയാണ് അവൻ എപ്പോഴും ഇങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോകും, എന്നിട്ട് പേടിച്ച് ഇങ്ങനെ ഓടി വരുന്നതും കാണാമെന്ന്. സെയിം ടൈം ആ കൊച്ചിറക്കനാണെങ്കിൽ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ്. അവൻ പറയുവാണ് ഒരു വിയേർഡായിട്ടുള്ള ഒരാളാണെങ്കിൽ തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ഇതുവഴി വരുന്നുണ്ടത്. അപ്പോൾ ഇവരാണെങ്കിൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് സത്യമാണ്, ഇല്ലെങ്കിൽ ഇതേ നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഒരാളാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നടന്നിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുവാണ് ആരാ പറഞ്ഞത് ഞാൻ വിയേർഡാണെന്ന്, ഞാൻ വിയേർഡൊന്നും അല്ല. എന്നിട്ട് നാമി പറയുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് കുറച്ച് വിയേർഡായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ് ഞാനൊരു ഓർഡിനറി ഹിപ്നോട്ടിസ്റ്റ് ആണെന്ന്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് നിങ്ങൾ ഹിപ്നോട്ടിസ്റ്റ് ആണോ, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അയാളാണെങ്കിൽ ഞാൻ എൻ്റെ ടെക്നിക്സ് അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും റിവീൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത മിനിറ്റ് തന്നെ ഈ റിങ് എടുത്തിട്ട് പറയുവാണ് 1 2 3 ജാങ്കോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഉറങ്ങുന്നു. എന്നിട്ട് അയാൾ 1 2 3 ജാങ്കോ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളും കൂടെ തന്നെ ഈ ആളും അവിടെ ഉറങ്ങി വീഴുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഉസോപ്പ് ആണെങ്കിൽ ആ സീഷോറിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലൂഫി വരുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ എന്നിട്ട് ലൂഫിനോട് പറയുന്നുണ്ട് അയാൾ എന്നെ ഡാഡിനെ ഇൻസൾട്ട് ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് എനിക്കും അയാളെ ഇഷ്ടപ്പെട്ടില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാസപ്പ് ഒരു ഗ്രേറ്റ് പൈറേറ്റ് ആണെന്ന് ലൂഫി പറയുകയാണ്.
അപ്പോൾ ഉസോപ്പ് തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ ഡാഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ലൂഫി ചോദിക്കുകയാണ്, സോ നീ ഇനി അവളെ കാണാനൊന്നും പോകത്തില്ലേ? ഉസോപ്പ് പറയുകയാണ്, ഇല്ല, അയാൾ എൻ്റെ അടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാണ്ട് ഞാൻ കാണാൻ പോകത്തില്ല. അപ്പോൾ ലൂഫി ചോദിക്കുന്നുണ്ട്, അയാളല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നോക്കുന്ന സമയത്ത് താഴെ അയാൾ നിൽപ്പുണ്ട്. അയാളും മറ്റേ ഹിപ്നോട്ടിസ്റ്റ് ചെയ്ത പുള്ളിയുടെ പേരാണ് ജാങ്കോ. ഇവർ രണ്ടുപേരും കൂടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ക്ലാഹഡോർ ആണെങ്കിൽ പറയുവാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിക്ക് പെരുമാറണമെന്ന്, എന്നിട്ടാണോ നീ ആ വില്ലേജിൻ്റെ നടുവിൽ തന്നെ കിടന്നുറങ്ങിയത്? അപ്പോൾ ലൂഫി ഉസോപ്പ് ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട്. ഉസോപ്പി പറയുന്നുണ്ട്, ഈ മറ്റേ ആളെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് ക്ലാഹഡോർ പറയുന്നുണ്ട്, നീ പ്ലാനിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ആണോ എന്ന്. അയാൾ പറയുന്നുണ്ട്, അതെ, എല്ലാം റെഡിയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അവളെ കൊല്ലാനുള്ള പ്ലാൻ റെഡിയാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഉസോപ്പ് ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ ചോദിക്കുകയാണ്, അവർക്ക് എന്താ ഈ പറയുന്നത്? ക്ലാഹഡോർ പറയുന്നത്, നീ സിമ്പിളായിട്ട് അങ്ങനെ കൊല്ലാനൊന്നും പറ്റത്തില്ല, ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് വഴി തന്നെ ആയിരിക്കണം അവൾ മരിക്കേണ്ടത്, ഇത് മെസ്സപ്പ് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാങ്കോ പറയുകയാണ്, നിങ്ങൾ സിഗ്നൽ വരുന്ന അനുസരിച്ച് ഞങ്ങൾ വന്ന് അവളെ കൊല്ലില്ല, അവളുടെ സമ്പാദ്യം മൊത്തം നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാന്ന്. അപ്പോൾ ക്ലാഹഡോർ ചോദിക്കുവാണ്, നീ എന്താ മണ്ടനാണ്? ഒരു ഔട്ട്സൈഡറായി എനിക്ക് എങ്ങനെ അവളുടെ സമ്പാദ്യമൊക്കെ കിട്ടുന്നത്? അവളെ കൊല്ലുന്നതിന് മുന്നേ നീ ഹിപ്നോസിസ് വഴി അവളെ കൊണ്ട് അവളുടെ സ്വത്തെല്ലാം എൻ്റെ പേർക്കാക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 3 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തത് എന്ന് പറയുകയാണ്. ക്ലാഹഡോർ പറയുവാണ്, ഗവൺമെൻറ് ആണെങ്കിൽ എൻ്റെ പുറകെ വരാനും പാടില്ല, സെയിം ടൈം എനിക്ക് കുറേ ക്യാഷൊക്കെ വേണം. അപ്പോൾ ജാങ്കോ ചോദിക്കുവാണ്, ഇതിന് വേണ്ടിയിട്ടാണ് നീ ഒരു ഫാമിലിയെ മൊത്തം കൊന്നത് എന്ന്. ക്ലാഹഡോർ പറയുവാണ്, അച്ഛനെ കൊന്നത് ഞാനൊന്നും അല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഉസോപ്പ് ആണെങ്കിൽ ഞെട്ടുവാണ്. ഉസോപ്പ് പറയുവാണ്, കയ ഡേഞ്ചറിലാണെന്ന്. ലൂഫി ആണെങ്കിൽ അവിടെ നിന്നിട്ട് വിളിച്ചു പോവാണ്, നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത് എന്ന്. അപ്പം ഇത് കേൾക്കുമ്പോൾ അവർക്ക് അവിടെ ഇവരുടെ പ്ലാനൊക്കെ ആരൊക്കെയോ കേട്ടതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ക്ലാഹഡോർ ആണെങ്കിൽ ഉസോപ്പിനെ കാണുന്നുണ്ട്. എന്നിട്ട് ജാങ്കോനോട് പറയുവാണ്. ജാങ്കോ ആണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് പറയുവാണ്, ഈ റിങ്ങിലോട്ട് നോക്കുമെന്ന്. എന്നിട്ട് 3, 2, 1 ജാങ്കോ പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങുമെന്ന് പറയുവാണ്. എന്നിട്ട് ഇയാളാണെങ്കിൽ 3, 2, 1 ജാങ്കോ പറയുവാണ്. ലൂഫി ആണെങ്കിൽ അവിടെ ഉറങ്ങി വീഴുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ പേടിച്ചിട്ട് തിരിഞ്ഞു നിന്ന്. സോ ഉസോപ്പിനൊന്നും പറ്റിയിട്ടില്ല. ലൂഫി ആണെങ്കിൽ ഉറങ്ങി ആ ക്ലിഫിന്റെ മണ്ടയിൽ നിന്ന് നേരെ താഴോട്ടാണ് വീഴുന്നത്. അപ്പോൾ ജാങ്കോ പറയുന്നുണ്ട്, അവനെ കൊല്ലണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല എന്നൊക്കെ. എന്നിട്ട് ജാങ്കോ ക്ലാഹഡോറിനോട് ചോദിക്കുവാണ്, മറ്റവനെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ക്ലാഹഡോർ പറയുവാണ്, നീ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് പറയുവാണ്, നാളെ പകൽ ഈ വില്ലേജിനെ ഫുൾ നീ അറ്റാക്ക് ചെയ്തോണം, കയയുടെ മരണം ഒരു ആക്സിഡന്റ് ആക്കി നീ തീർക്കണം. എന്നിട്ട് ഉസോപ്പിനോട് പറയുവാണ്, ഉസോപ്പ് നീ കേട്ടല്ലോ, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉസോപ്പിനോട് ക്ലാഹഡോർ പറയുവാണ്. ഉസോപ്പ് ആണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സെയിം ടൈം ഉസോപ്പിന് കായായിട്ടുള്ള കുറേ മെമ്മറീസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.